ഭക്തി എന്തിനാണ് പ്രകടിപ്പിക്കുന്നത്? നമ്മുടെ ഭക്തി നമ്മൾക്ക് പ്രകടിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ഒരു അന്നത്തിനുള്ള മാർഗമാക്കി, ഒരു കച്ചവട തന്ത്രമാക്കി പ്രകടിപ്പിക്കുന്നതിനെതിരെയാണ് കുറേ സ്ത്രീകൾ ഇവിടെ പ്രതികരിച്ചത്. അത് മനസ്സിലാക്കാതെയാണ് ഇത്തരം ഹണികൾ വന്നിട്ട് ഇവിടെ പ്രതികരിക്കുന്നത്. അപ്പം ഞാൻ ഈ തട്ടം ഇട്ടുകൊണ്ട് എന്തിന് സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിംസുകൾ എന്നോട് ക്ഷമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഭക്തി എന്തിന് പ്രകടിപ്പിക്കുന്നു എന്ന് ചോദിച്ചവരുടെ ചാനലിൽ മൊത്തം ഇപ്പം ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് എന്നാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഭക്തി കച്ചവടം ചെയ്യുന്നില്ല, ഭക്തി വിറ്റിട്ട് നമ്മൾ ജീവിക്കുന്നില്ല. ഈ പറയുന്ന നമ്മളുടെ തൊഴിലും, ഈ പറയുന്ന നമ്മളുടെ ഭക്തിയും, ഈ പറയുന്ന മതവും കൂട്ടി നമ്മൾ കുഴയ്ക്കുന്നില്ല. അന്യമതത്തിൽ നിന്നുകൊണ്ട് ഇപ്പം ഞാൻ പള്ളിയിൽ പോയി, ഞാൻ നേർച്ചയിട്ടു, ഞാൻ അവിടെ ഒരു കച്ചവടവും ചെയ്തിട്ടില്ല. അവിടെ കാണുന്നത് എൻ്റെ ഭക്തിയാണ്. ഞാൻ അവിടെ ഒരു ബിസിനസ് തന്ത്രവും ഇറക്കിയിട്ടില്ല. അതാണ് ശരിക്കുള്ള ഭക്തി എന്ന് പറയുന്നത്. അത് പ്രകടിപ്പിക്കുന്നതിൽ നമുക്ക് തെറ്റില്ല. പക്ഷെ ഞാൻ അവിടെ ഒരു സാധനം, ഞാൻ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു സാധനം വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു മതപരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന് അതിനു വേണ്ടിയുള്ള വീഡിയോസും കാട്ടിക്കൂട്ടലുകളും ചെയ്യുമ്പോഴാണ് എനിക്കെതിരെ പ്രതികരണങ്ങൾ വരുന്നത്. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനാണിത്. ഈ ഷോള് ഞാൻ ഇട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ണനെ ഞാൻ ഈ ഷോൾ ഇട്ടുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു പള്ളിയുടെ മുറ്റത്ത് പോയിട്ട് നിന്ന് ഇതിൻ്റെ ഒരു റീൽസ് ചെയ്താൽ എന്തായിരിക്കും ഈ തട്ടമിട്ട ആളുകളുടെ പ്രതികരണം? അതായത് മുസ്ലിംസുകളുടെ പ്രതികരണം. അപ്പോൾ അതവിടെ ഒരു കച്ചവട തന്ത്രമാണ്. ഇപ്പം ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഇപ്പോഴും ഒരു ഹിന്ദു ആയിട്ട് നിന്ന് തന്നെയാണ് കണ്ണനെ വരയ്ക്കുന്നതും കൊടുക്കുന്നതും എല്ലാം. അതുകൊണ്ട് എനിക്ക് ചിലപ്പം കാഴ്ചക്കാർ കുറവായിരിക്കും. പക്ഷെ ഞാൻ അവിടെ മതപരമായിട്ടുള്ളൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ഈ കണ്ണനെ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ കാണാനും വാങ്ങിക്കാനും ആൾക്കാർ ക്യൂ ആയിരിക്കും. അതാണ് ഭക്തി കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഭക്തി കച്ചവടത്തിനെതിരെയാണ് നമ്മൾ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾ മാത്രമല്ല, ഒത്തിരി ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ഞാനൊരു അമ്പലത്തിൽ പോകുന്നതും അവിടെ നിന്നൊരു റീൽ എടുക്കുന്നതും ഒരിക്കലും തെറ്റല്ല. അതെൻ്റെ ഭക്തി തന്നെയാണ്. ആ ഭക്തി ഞാൻ അവിടെ കച്ചവടം ചെയ്യുന്നില്ല. ഞാൻ അവിടെ 4 നേരവും മുക്കുമുട്ട അടിക്കാനായിട്ടുള്ള, ഞാൻ ചെയ്യുന്ന സാധനം വിൽക്കാനല്ല ഞാൻ അവിടെ ചെന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് നീയും ഞങ്ങളും തമ്മിലൊക്കെ ഉള്ള വ്യത്യാസം. ഞാനിവിടെ ഒരു ഷാൾ ഇട്ടു, എന്നിട്ട് ഞാനിവിടെ കണ്ണനെ വരച്ചു. പ്രതികരണം വളരെ മോശമായിരിക്കും. അതിനു വേണ്ടി തന്നെയാണ് നീ ഷോൾ ഇട്ടുകൊണ്ട് വന്നതും. അന്യമതസ്ഥയായ ഞാൻ ഒരു പള്ളിയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് ഒരു ഷോൾ ഇട്ടുകൊണ്ട് കണ്ണനെ വരച്ച, അല്ലെങ്കിൽ കണ്ണൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ പിടിച്ചുകൊണ്ട് അതൊരു റീൽസാക്കി, ഒരു ഹിന്ദു പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് കണ്ണനെ വരയ്ക്കുന്നു എന്ന ലേബലിൽ ഞാനിവിടെ റീൽസ് എടുത്താൽ അതെന്തായിരിക്കും? അതാണോ യഥാർത്ഥ ഭക്തി? നിങ്ങൾ പറയണം, കേൾക്കുന്ന നിങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അതാണോ യഥാർത്ഥ ഭക്തി? വിറ്റുപോകുന്നില്ല, വിൽക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? മതസ്പർദ്ധ ഉണ്ടാക്കണം, 2 മതങ്ങളെ ചൊറിയണം. അതിനെന്ത് വേണം? ഈ ഒരു ഹിന്ദു മതത്തിൻ്റെ കണ്ണനെയും ഈ ഒരു മുസ്ലിം മതത്തിൻ്റെ സിമ്പിളായ ഈ തട്ടവും ഞാൻ ഉപയോഗിക്കണം. എന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്താൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? വാഴ ഏതാ വാഴയ്ക്ക് ഏതാണെന്നറിയാത്ത ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ വായെ തോന്നിയത് വിളിച്ചു പറയുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ വെറും വിഡ്ഢികളല്ല എന്ന് ആ സ്ത്രീ മനസ്സിലാക്കണം. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോകൾ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഒരു ഭക്തിയെയും കച്ചവട മാർഗമാക്കി അല്ലെങ്കിൽ ഉപജീവന മാർഗമാക്കി ഞങ്ങൾ കാണിച്ചിട്ടില്ല. അതൊക്കെ കാണിച്ചത് ആരാണ്? ഞങ്ങളാണ്. വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് പാടുന്ന നിന്നെ പോലുള്ള അസുര വിത്തുക്കളെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ തട്ടമോ ഒരു പർദ്ദയോ ഇട്ടിട്ട് വന്നിട്ട് സ്ഥിരമായിട്ട് ഈ കണ്ണനെ വരച്ചു കഴിഞ്ഞാൽ നാളെ എൻ്റെ വീഡിയോയ്ക്ക് അടിയിട്ട് വരുന്നത് എന്ത് തരം കമൻറ്റുകളായിരിക്കും എന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഞാൻ പറയാണ്, എൻ്റെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി എനിക്ക് തട്ടമിട്ടേ പറ്റുള്ളൂ, ഞാൻ തട്ടമിട്ടേ കണ്ണനെ വരയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അത് മാറ്റാൻ പറ്റൂല. പക്ഷെ ഞാനത് ചെയ്യാൻ ഒരുക്കമല്ല. ഇന്നിപ്പോൾ ഞാൻ ഈ തട്ടമിട്ടത് ഇതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ്.
അതാണ് നീയും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാക്കുക. ഞങ്ങളെ മനസ്സിലാക്കിക്കാനല്ല നീ ശ്രമിക്കേണ്ടത്, നീ സ്വയം മനസ്സിലാക്കുക. നിന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കുന്നവരെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം അവർക്ക് വേണ്ടത്ര ഈ പുള്ളീനെ അറിയാത്തത് കൊണ്ടാണ്, സോഷ്യൽ മീഡിയ അവർ കാണാത്തത് കൊണ്ടാണ്. അവർക്കിടെ മെയിൻ ലക്ഷ്യം ബിസിനസ്സായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ ഇത്തരം ചതിക്കുഴികളിൽ ചെന്ന് ചാടുന്നത്. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഇനി അതും നിന്റെ ഒരു ഉടായ്പാണോ എന്ന് 10-ൽ 8 പേർക്കും സംശയമുണ്ട്. ഉടായ്പിറക്കാൻ മിടുക്കിയാണല്ലോ നീ. അപ്പം ഇന്ന് തുടങ്ങി ഈ കണ്ണനെ വരയ്ക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് സ്വീകരിച്ചാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പോരട്ടെ കമൻറ്റുകൾ. തട്ടമിട്ട് എനിക്ക് കണ്ണനെ വരച്ചൂടെ? ഞാനിവിടെ ഒരു മതേതരത്വവും നടപ്പിലാക്കാൻ വന്നതല്ല. എനിക്ക് ഈ രാജ്യത്ത് ഒരു മതേതരത്വവും നടപ്പിലാക്കണ്ട. മതേതരത്വത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് 4 നേരം മുക്കുമുട്ട തട്ടാനായിട്ട് കാണുന്ന ഒരു വഴി മാത്രമാണ് ഈ ഒരു പ്രഹസനങ്ങൾ എന്ന് മനസ്സിലായി കഴിഞ്ഞ സ്ഥിതിക്ക് ചേച്ചി ഇനി ഇവിടെ നിന്ന് അധികം കുരയ്ക്കണ്ട. മറ്റുള്ളവർക്കിടെ ഭക്തി അളക്കാനും വരണ്ട. അതിനുള്ള യോഗ്യത നിനക്കില്ല സ്ത്രീയെ. ഭക്തി എന്തെന്ന് നീ കണ്ടുപിടിക്കുക. നിന്നെപ്പോലെ ഭക്തി ഞങ്ങൾ കച്ചവടമാക്കാറില്ല. ഞാനായിട്ട് നിന്ന് വരയ്ക്കുന്നു. അതിൽ ഞാൻ ഒരു കളങ്കവും ചേർത്തിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു കല ഞാൻ വരയ്ക്കുന്നു. അതിലെവിടെയാണ് ഭക്തി ഞങ്ങൾ കച്ചവടമാക്കുന്നത്? ഭക്തി കച്ചവടമാക്കുന്നതിനെതിരെയാണ് ഇവിടെ ഓരോരുത്തരും പ്രതികരിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ടുള്ള ഈ തള്ളലുണ്ടല്ലോ, നിർത്തിക്കും. അതാണ് നിനക്ക് നല്ലത്. 4 അക്ഷരത്തിൻ്റെ വിദ്യാഭ്യാസം ഇല്ല, കോമൺ സെൻസ് എന്ന് പറയുന്നത് തീരെയില്ല, GK ഇല്ല. ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സമൂഹത്തിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിൽ പെരുമാറുന്നത്. ഈ മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുന്നു. ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന പണി എന്താ? മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇനിയും മതിയായില്ലേ നിനക്ക്? നീ എന്ത് വിളച്ചിലെടുത്തു വന്നാലും അതിന് മറുപടി ഉണ്ട്. മിണ്ടാണ്ടിരിക്കുന്നത് കണ്ട് നീ വിചാരിക്കണ്ട നിർത്തിപ്പോയെന്ന്. അപ്പം തട്ടമിട്ടും പർദ്ദയിട്ടും എനിക്കും വരയ്ക്കാം കണ്ണനെ. മറക്കണ്ട നിങ്ങൾ, കേട്ടല്ലോ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഷോൾ എന്നാണല്ലോ പറയുക. ഇതൊരു തട്ടം. ഇത് തലയിൽ ഇങ്ങനെ ഇടുമ്പോൾ മുസ്ലിംസുകൾക്കിടെ ഒരു മതപരമായിട്ടുള്ളൊരു വസ്ത്രമായി, തട്ടമായി. അപ്പോൾ ഈ തട്ടം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നതിൽ നിങ്ങളോട്, മുസ്ലിം വിഭാഗത്തിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ നാളെ എനിക്കിതൊരു സ്ഥിരം തലയിലിടുന്നൊരു വസ്ത്രമാക്കി ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റം പറയില്ലേ കേട്ടാ.